ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് എങ്ങനെ എടുക്കണം, എപ്പോൾ എടുക്കണം. പലരും ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനോട് വളരെ വിരോധമുള്ളവരുണ്ട്. അതായത് അവർ ചിന്തിക്കുന്നത് അതെല്ലാം ഒരു മെഡിസിൻ ആയിട്ടാണ്. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ കൂടി മാറ്റാനാണ് ഈ വീഡിയോ. നാച്ചുറൽ സപ്ലിമെൻറ്റ്സ്, അതിനകത്ത് ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് നമ്മളുടെ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ കഴിക്കേണ്ടത്, അത് എന്തുകൊണ്ടാണ് കഴിക്കേണ്ടത്, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോബയോട്ടിക്സിനെ പറ്റി പറയാം. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു ടാബ്ലറ്റ്, അതെന്ന് പറയുന്ന ഒത്തിരി മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയ പോലെ, അതായത് നമ്മളുടെ യോഗട്ട്, തൈരിലൊക്കെ ഉള്ള ആ ബാക്ടീരിയസ് നമുക്ക് 25 തൈര് കപ്പ് ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റുമോ? അതിന് പകരം നമ്മളൊരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നീർക്കെട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കഫക്കെട്ടുള്ളവർക്കൊക്കെ, തൈര് കഴിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ചിലപ്പോൾ ഒരു പ്രോബയോട്ടിക് ടാബ്ലറ്റ് വഴി നമുക്ക് അവരുടെ വയറിനെ നമുക്ക് നന്നായിട്ട് കൾച്ചർ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും ഒത്തിരി നാളുകളായിട്ട് ടാബ്ലറ്റ്സ് എടുക്കുന്ന പ്രായമായവർ, എൽഡർലി പീപ്പിൾ, അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ്, അതുപോലെ തന്നെ വേറെ പല അസുഖങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് അവർക്ക് ടാബ്ലറ്റ്സ് എടുത്തേ പറ്റൂ എന്നുള്ളവരുടെ വയറ് വളരെ അപ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അവർ ഡെയിലി അവർക്കൊരു പ്രോബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഗ്യാസ്, ബ്ലോട്ടിങ് ഇങ്ങനെയുള്ള മരുന്നുകളിൽ നിന്ന് വരുന്ന സൈഡ് എഫക്ട്സിനെ തടയാനായിട്ടും ഈ പ്രോബയോട്ടിക് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനൊരു ടാബ്ലറ്റ് ഫോമിലായതുകൊണ്ട് നിങ്ങളിതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതിൽ അടങ്ങിയിരിക്കുന്നത് നല്ല ബാക്ടീരിയാസാണ്. നമ്മളുടെ ശരീരത്തിലുള്ള ദുഷിച്ച ബാക്ടീരിയാസ് പെറ്റുപെരുകുമ്പോഴാണ് നമുക്ക് ഗ്യാസും ബ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ല ബാക്ടീരിയാസിനെ ഇതുമൂലം നമുക്ക് കൾച്ചർ ചെയ്യാൻ സഹായിക്കും. ഇനി പ്രോബയോട്ടിക് എങ്ങനെയാണ് കഴിക്കേണ്ടത്? പ്രോബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ് ആയിക്കോട്ടെ, സാഷറ്റ്സ് ആയിക്കോട്ടെ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നമ്മൾക്ക് ആഹാരത്തിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ സപ്ലിമെൻറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് മോർണിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തൊട്ട് മുമ്പായിട്ടോ അത് കഴിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ മിനിറ്റ്സ് തന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോബയോട്ടിക് കഴിക്കാം. സാഷറ്റ്സ് ആണെങ്കിൽ ഈവൻ അതിൻ്റെ കൂടെ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ആ സാഷറ്റ്സ് ഈവൻ പൊട്ടിച്ചിട്ടാൽ പോലും അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. കാരണം ബോഡി ഇതിനെ എടുക്കുന്നത് ആ ഫുഡിലൂടെ വന്ന നല്ല ബാക്ടീരിയാസ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെയോ കഴിക്കാം. ഡിന്നറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉള്ളൊരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ബാക്ടീരിയാസ് നമ്മളുടെ ശരീരത്തിൽ കുറേ നേരം കിടക്കാനുള്ള സാധ്യത കിട്ടും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കലായി, അങ്ങനെ ഇത് ചെയ്യാനായിട്ടുള്ളൊരു സമയം അടുപ്പിച്ചായതുകൊണ്ട് ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും സമയം ആ ബാക്ടീരിയാസിന്, നല്ല ബാക്ടീരിയാസിന് നമ്മളുടെ ഉള്ളിൽ നിൽക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് ഡിന്നറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഈക്വലി നല്ലതാണ്. ഇനി രണ്ടാമത്തെ നാച്ചുറൽ സപ്ലിമെൻ്റാണ് omega-3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ വളരെ നല്ലതാണ് ഹാർട്ട് ഹെൽത്തിനും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓയിൽ മൂലം നമ്മുടെ സ്കിന്നിനും, എസ്പെഷ്യലി ക്രാക്ക്ഡ് ഹീൽസിനും, അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ മൊത്തത്തിലുള്ള ടെക്സ്ചറിനും ഹെയറിനും ഒക്കെ ഇത് വളരെ ബെനിഫിഷ്യലാണ്. അത് കൂടാതെ തന്നെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ഒരു ഇംബാലൻസ് വരുന്ന പെരിമെനോപോസൽ സിംറ്റംസ് വരുന്ന ലേഡീസിനും, അതായത് ഗോയിങ് ടു ദ 40s, ആ 40സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ 40s കഴിയുമ്പോൾ ഉള്ള ഒരു ക്രൈസിസിന് ഈ ഒരു ഒമേഗ ഫാറ്റി ആസിഡ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് കഴിക്കേണ്ടത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് നമുക്ക് എടുക്കാം. കാരണം ഇതും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുഡിൻ്റെ കൂടെ ചെല്ലേണ്ട ഒരു സോല്യൂബിൾ ഫാറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാക്സീഡ് ഓയിൽ അല്ലെങ്കിൽ സോയ ഓയിലാണെങ്കിൽ അത് ശരിക്കും ബ്ലെൻഡ് ചെയ്ത് തന്നെ ഇരിക്കുന്നതാണ് ഒമേഗയ്ക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ലഞ്ച് ടൈമിൽ കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം, മറ്റേ നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചാണ് ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു നല്ലൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം.
മൂന്നാമത്തെ നാച്ചുറൽ സപ്ലിമെൻ്റായ വൈറ്റമിൻ ഡി. ഞാൻ എല്ലാ പേഷ്യൻ്റ്, എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻറ്റിനോടും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം വൈറ്റമിൻ ഡിയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ പലരും പറയും വൈറ്റമിൻ ഡി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഡോക്ടർ വന്നിരിക്കുന്നതെന്ന് ഒരു തമാശയോടുകൂടി തന്നെ അവരെന്നോട് പറയാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒത്തിരി കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി എങ്ങനെയാണ് നിങ്ങളുടെ റേഞ്ചിൽ കിടക്കുന്നത്? വൈറ്റമിൻ ഡിയുടെ ഒരു റേഞ്ച് നമ്മൾക്കൊരു 20ക്ക് താഴെയാണെങ്കിൽ, അതായത് ചിലവർക്കൊക്കെ 8, ചിലവർക്കൊക്കെ 15, 20, ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു വൈറ്റമിനാണ്. അത് നിങ്ങളുടെ ആസിഡ് റിഫ്ലക്സിന് പലപ്പോഴും കാരണമാവാറുണ്ട്, ഹെയർ ഫോളിന് പ്രശ്നമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വളരെ മടി, എണീക്കാൻ മടി, അതുപോലെ ജോലി ചെയ്യാൻ മടി, ഒരു ഉന്മേഷമില്ലായ്മ, മസിൽസിനൊക്കെ ഭയങ്കര വീക്ക്നെസ്, ഇങ്ങനെയൊക്കെ ഉള്ള പല പല സൈൻസ് കാണിക്കുന്ന ഒരു ആളാണ് വൈറ്റമിൻ ഡി. അതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സങ്കടം വരിക, ദേഷ്യം വരിക, ഇതൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഡോസേജാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ ആരെയാണോ ഡോക്ടറിനെ കാണുന്നത് അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ശേഷം നമ്മളൊരു ഡെയിലി വൈറ്റമിൻ ഡി ഡോസേജ് എന്ന് പറയുന്നത് 1000 ആണ് ഏറ്റവും സേഫസ്റ്റ് ഡോസേജ് എന്ന് പറയുന്നത്. 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഡെയിലി എന്നാണ് വൈറ്റമിൻ ഡിക്ക് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു സിവിയർ ഡെഫിഷ്യൻ്റ് ആയിട്ട്, അതായത് വളരെ ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണെങ്കിൽ 2000 ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. ശേഷം നിങ്ങൾ ഈ വൈറ്റമിൻ ഡി എപ്പോഴും നമ്മൾ എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി കൊടുക്കുമ്പോൾ നമ്മൾ പാലിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈവൻ അഡൽസിനും അത് പാലിൽ ചേർത്ത് കഴിക്കാം. കാരണം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി കാൽഷ്യം ആയിട്ട് നന്നായിട്ട് അബ്സോർഷൻ നന്നാക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയും ആഹാരത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എഗെയിൻ ഇറ്റ് ഈസ് എ ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി എലോങ് വിത്ത് ദ ഫുഡാണ്, പ്രോബയോട്ടിക് എലോങ് വിത്ത് ദ ഫുഡാണ്, ഒമേഗ എലോങ് വിത്ത് ദ ഫുഡാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ 3 സപ്ലിമെൻറ്റ്സും എലോങ് വിത്ത് ദ ഫുഡാണ് ഏറ്റവും നന്നായിട്ട് അബ്സോർബ് ആവുക. അതുപോലെ തന്നെ 4ാമത്തെ ഒരു സപ്ലിമെൻ്റാണ് മൾട്ടി വൈറ്റമിൻസ്. മൾട്ടി വൈറ്റമിൻസ് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മോർണിംഗിൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മോർണിംഗിൽ എടുക്കുന്നത് സ്ലീപ്പ് പ്രോബ്ലം ഉള്ളവർക്ക് മൾട്ടി വൈറ്റമിൻ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആഹാരത്തിൻ്റെ കൂടെ തന്നെ. കാരണം എന്താണ്, ഈ ഒരു മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമ്മളുടെ ആഹാരത്തിൻ്റെ കൂടെ ചെല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് എല്ലാം ആഹാരത്തിൻ്റെ കൂടെ തന്നെ പോയാലും യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല. അപ്പോൾ മൾട്ടി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മുമ്പോ അത് കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ മൾട്ടി വൈറ്റമിൻ ചില സമയത്ത് എടുക്കുന്നത് രാത്രിയാണ്. രാത്രി എടുക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ കുറച്ച് ലോങ് അവേഴ്സിൽ അത് കിടക്കും. അപ്പോൾ ഹെയർ ഫോൾ ഉള്ളവർക്ക് മൾട്ടി വൈറ്റമിൻസ് ശരിക്കും ഡോക്ടേഴ്സ് രാത്രി സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, കുറച്ചും കൂടി അത് ആക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് ഡിന്നർ ടൈമിൽ. അപ്പോൾ മൾട്ടി വൈറ്റമിൻസ് നമ്മളിപ്പോൾ പറഞ്ഞു, അത് മോർണിംഗ് അല്ലെങ്കിൽ ഡിന്നറിന് എടുക്കാം. വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞത് പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഹെവി മീലിൻ്റെ കൂടെയാണ് വൈറ്റമിൻ ഡി എടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ എടുക്കാം. കാരണം ഹെവി മീൽ നമ്മൾ പറഞ്ഞെടുക്കുന്നത് എപ്പോഴും ഉച്ചയ്ക്കാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾക്ക് തൈര് നമ്മൾ കഴിച്ച് അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ വൈറ്റമിൻ ഡി അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു അബ്സോർഷൻ ഉണ്ടാക്കും. അതുകൂടാതെ നമ്മളുടെ ഈ ഒമേഗ ഫാറ്റി ആസിഡ്സും അത് 5 മിനിറ്റ് കഴിഞ്ഞ് ലഞ്ചിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ ഒരു 5-10 മിനിറ്റോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒമേഗ എടുക്കാം. അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ നിങ്ങൾക്ക് രാത്രി എടുക്കാം. ഉറക്കക്കുറവുള്ളവർ മാത്രം മൾട്ടി വൈറ്റമിൻ രാവിലെ എടുക്കുക. അപ്പോൾ ഈ 4 സപ്ലിമെൻറ്റ്സിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ചോദിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഡോസേജും ഇതിൻ്റെ ടൈമിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.